നമസ്കാരം. ബെൻ തോട്ട്സ് ആൻഡ് ട്രിപ്സിൻ്റെ മറ്റൊരു ട്രാവൽ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര കൊളുക്കുമലയിലേക്കാണ്. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടീ പ്ലാന്റേഷൻസ് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തേക്കാണ്. വളരെ നല്ല റിവ്യൂ ആണ് നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ അവിടെ പോയതിന് ശേഷം കിട്ടിയിരിക്കുന്നത്. കൊളുക്കുമലയിലേക്ക് ഉള്ള യാത്ര. ഇവിടെ നിന്ന് ഞാൻ പാലായിൽ നിന്നും അടിമാലി രാജാക്കാട് പോയി സ്റ്റേ ചെയ്തിട്ട് അവിടുന്ന് വെളുപ്പിന് കൊളുക്കുമലയിലെ കാഴ്ചകൾ പ്രേക്ഷകർക്കായിട്ട് എത്തിക്കാനാണ് ഇന്നത്തെ യാത്ര. തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സ്ഥിരമായി വീഡിയോ ലഭ്യമാക്കാൻ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം. എല്ലാവർക്കും കൊളുക്കുമലയിലേക്കുള്ള ബെൻ തോട്ട്സ് ആൻഡ് ട്രിപ്സിൻ്റെ ഈ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ പാലായിൽ നിന്ന് യാത്ര തിരിച്ചു. രാജാക്കാട് സ്റ്റേ ചെയ്യണം എന്നുള്ളതായിരുന്നു പ്ലാന്. ഇത് മൗണ്ടൻ വാലി ഹോം സ്റ്റേ എന്ന് പറയുന്നൊരു നല്ല ഹോം സ്റ്റേ ആണ്. ആ ഹോം സ്റ്റേയിൽ ഞങ്ങളെത്തി. ഇനി നമുക്ക് നമ്മളുടെ താമസ സ്ഥലം അത്യുഗ്രൻ ഹോം സ്റ്റേ ആണ്. ഈ ഹോം സ്റ്റേ നല്ല തണുപ്പുണ്ട്. നമുക്ക് ഈ ഹോം സ്റ്റേയുടെ ഉള്ളിലൊന്ന് കയറി നോക്കാം. ഗുഡ് മോർണിംഗ്. കൊളുക്കുമലയിലേക്കുള്ള യാത്രയിൽ രാജാക്കാടായിരുന്നു ഇന്നലത്തെ സ്റ്റേ. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോം സ്റ്റേ ആണിത്. വളരെ നല്ല ഒരു ലോണും രാവിലെ വളരെ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഹോം സ്റ്റേ ആണ് മൗണ്ടൻ വാലി ഹോം സ്റ്റേ. നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ മൗണ്ടൻ വാലി ഹോം സ്റ്റേയെ പറ്റി ഉള്ള വിവരങ്ങൾ കിട്ടും. ഇവിടെ സ്റ്റേ ചെയ്താൽ നമുക്ക് അതിരാവിലെ എഴുന്നേറ്റ് വേണമെങ്കിൽ സൂര്യോദയം കാണാനായിട്ട് പറ്റില്ല. ഇനി അല്ലാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ കൊളുക്കുമലയിലേക്ക് എത്താനായിട്ട് പറ്റുന്ന ഇടയ്ക്കുള്ളൊരു നമ്മളിവിടുന്ന് പൂപ്പാറ, സൂര്യനെല്ലി, അവിടുന്നാണ് നമ്മൾ കൊളുക്കുമലയിലേക്ക് പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് യാത്ര തുടരുവാണ്. കൊളുക്കുമലയിലേക്കുള്ള യാത്ര. ഫ്രണ്ട്സ്, നമ്മൾ രാജാക്കാട് നിന്ന് രാവിലെ യാത്ര ആരംഭിച്ച്. റോഡ് മോശമില്ല. ഇടയ്ക്ക് കുറേ സ്ഥലങ്ങളിൽ ടാറിങ്ങിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ചിന്നക്കനാൽ വന്നു. ചിന്നക്കനാലിൽ നിന്ന് ഗണേഷാണ് ഞങ്ങളെ കൊളുക്കുപാറയിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ യാത്രയിലാണ്. ചിന്നക്കനാൽ സൂര്യനെല്ലി റോഡ് സ്വല്പം മോശമുണ്ട്, എങ്കിലും കുഴപ്പമില്ല. നമ്മൾ കൊളുക്കുമലയിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് തോട്ടത്തിലൂടെയാണ്. അതിൻ്റെ എൻട്രൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ യാത്ര ആരംഭിക്കുക. നമ്മൾ കൊളുക്കുമലയിലേക്കുള്ള യാത്രയിലാണ്. ഇടയ്ക്ക് ഗണേശൻ നമ്മുടെ ഒന്ന് വണ്ടി നിർത്തി തന്നു. ഇത് മുഴുവൻ ഹാരിസൺസ് മലയാളത്തിൻ്റെ തോട്ടമാണ്. ആ ഒരു എസ്റ്റേറ്റിലൂടെയാണ് നമ്മുടെ യാത്ര. നോക്കിയാൽ കാണാം, വളരെ സുന്ദരമായിട്ടുള്ള കണ്ണന്തേവൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടീ എസ്റ്റേറ്റ്സിൽ പെടുന്ന ഹാരിസൺസ് മലയാളം. നമുക്ക് ആ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്, കൊളുക്കുമലയുടെ മുകളിലേക്ക്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന തോട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. വളരെ രസകരമായിട്ടുള്ള തോട്ടങ്ങൾ. സൺറൈസാണ് ഏറ്റവും നല്ലതെന്ന് ഗണേശൻ പറയുന്നു. സൺറൈസിന് ഇവിടുന്ന് 4:30 തന്നെ ഏതാണ്ട് 100ഓളം വണ്ടികൾ വീക്കെൻഡ്സിലൊക്കെ മുകളിലേക്ക് കയറും. 100-150ഓളം വണ്ടികൾ മുകളിലേക്ക് കയറും. സൺറൈസ് വളരെ സുന്ദരമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ഫ്രണ്ട്സ്, നമ്മൾ ഹാരിസൺ മലയാളത്തിൻ്റെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന തോട്ടങ്ങളാണിതുള്ളത്. നിങ്ങൾ നോക്കിയാൽ കാണാം. ഇപ്പോൾ കൊളുന്തുള്ളുന്ന ഒത്തിരിയേറെ സ്ത്രീകൾ
അവരുടെ ജോലിയിൽ വ്യാപൃതരാണ്. വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. നല്ല സെനിക് ബ്യൂട്ടി. കൊളുക്കുമലയിലേക്കുള്ള യാത്രയിൽ ഒരു വാച്ച് ടവറിൻ്റെ മുകളിലാണിത്. ഈ പ്രദേശത്തെ മൊത്തമുള്ളൊരു സൂപ്പർ വ്യൂ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ റൂട്ടിൽ പോകുന്നവരെ കുറേയേറെ ഓഫ് റോഡിങ് വന്നു കഴിയുമ്പോൾ ഈ റൂട്ടിൽ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ മേലാത്ത രീതിയിലുള്ള കാറ്റാണ്. അതിഗംഭീരമായിട്ടുള്ള കാറ്റ്, നല്ല തണുപ്പാണ്. തീർച്ചയായിട്ടും ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി കുറേ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് തീർച്ചയായിട്ടും മറക്കരുത്. ഒരു 7 കിലോമീറ്റർ ഓഫ് റോഡ് വന്നു ജീപ്പിൽ. നല്ല കുലുക്കമുള്ള ഓഫ് റോഡാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടോപ്പ് പോയിൻ്റ് വന്നു. ഇനിയിപ്പോൾ നമ്മൾ നടന്നു പോകണം. ഇനി ചുറ്റുമൊക്കെ വളരെ നല്ല കാഴ്ചകളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അവിടെയൊക്കെ അതിലേക്കൊക്കെ ഇനി ഇതിലെ ഈ റോഡിൽ പോയി കഴിയുമ്പം തമിഴ്നാട് ബോർഡറാണ്, തേനി ഡിസ്ട്രിക്റ്റാണ്. ആ തേനി ഡിസ്ട്രിക്റ്റിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ കയറി അവിടെ മുകളിൽ ടെൻ്റ് അടിച്ചൊക്കെ ആൾക്കാർ സ്റ്റേ ചെയ്യുന്ന അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. മഞ്ഞൊക്കെ നല്ല ഇങ്ങനെ ഇത് ഒരു മേഘങ്ങൾ ഇങ്ങനെ തലയ്ക്ക് മുകളിൽ കൂടെ പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അത്രയും ഹൈറ്റിലാണ്. അതൊരു എനിക്ക് തോന്നുന്നു 7000 അടി 7000 ഫീറ്റ് പൊക്കത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കൊളുക്കുമലയുടെ മുകളിലേക്ക് നമ്മൾ കയറി പോവാണ്. താഴെയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് കോട ഇങ്ങനെ ഈ സമയമാണെങ്കിലും കോട ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതിങ്ങനെ തെളിഞ്ഞ് കയറി വരുന്നു. പക്ഷേ നല്ല കോട ഇങ്ങനെ കയറി വരുന്നതൊക്കെ നമുക്ക് കാണാം. മഞ്ഞ് നന്നായിട്ട് കയറി വരുന്നത്. തൊട്ട് മുമ്പിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഈ കോട കയറി വരുന്നതിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. മീശപ്പുലിമല അതിൻ്റെ അപ്പുറത്തെ സൈഡാണ്. പക്ഷേ എങ്കിലും ഈ കൊളുക്കുമലയിലും തീർച്ചയായിട്ടും ഇത്തരത്തിൽ മഞ്ഞിൻ്റെ ഭയങ്കരമായിട്ടുള്ള മഞ്ഞ് ഉള്ള കാഴ്ചകളെല്ലാം ഉണ്ട്. വന്നൊന്ന് കാണേണ്ട, ഒരു പ്രാവശ്യം വന്ന് കാണേണ്ട സ്ഥലമാണ്. വെറുത്താണ്. കൊളുക്കുമലയുടെ ഏറ്റവും മുകളിൽ വെച്ചിട്ടാണ് നമ്മളിരിക്കുന്നത്. പല സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് ശരിക്കും കേരള തമിഴ്നാട് ബോർഡറാണ്. ഈ ഒരു ചെറിയ എഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു 5-6 മീറ്റർ നീളത്തിലുള്ള ഈ ഒരു എഡ്ജ്, ഈ ഒരു ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു സാധനം. അപ്പോൾ ഇവിടെ നിന്ന് ഈ എൻ്റെ വലത് സൈഡ് കേരളമാണ്, ഹാരിസൺസ് പ്ലാന്റേഷൻസിൻ്റെ തോട്ടം ഉൾപ്പെടെയുള്ളത്. ഇടത് സൈഡ് തമിഴ്നാട്. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ ഭയങ്കരമായിട്ടുള്ള കോടയാണ്. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യും, കുറച്ച് കോടയൊക്കെ ഒന്ന് മാറി കിട്ടുമെന്ന് നോക്കും. കോട പൊങ്ങി വരുന്നത് നമുക്ക് കാണാം. തമിഴ്നാട്ടിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ കമ്പം, തേനി അവിടെ നിന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. ആ സൈഡ് നോക്കിയാൽ ഭയങ്കരമായിട്ടുള്ള കുറച്ച് നല്ല കാഴ്ചകൾ. ഇടയ്ക്ക് കോട പോവും, പക്ഷേ തെളിഞ്ഞു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കൊടൈക്കനാലെല്ലാം ആ സൈഡ്, ഈ സൈഡ് നമ്മൾ വന്ന ആ സ്ഥലങ്ങളൊക്കെയാണ്. വളരെ നല്ലൊരു വെർത്തായിട്ടുള്ള, പക്ഷെ ഭാഗ്യം വേണം അവിടെ വരുമ്പോൾ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ കൊളുക്കുമലയുടെ ലാസ്റ്റ് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഒത്തിരി അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. ലാസ്റ്റ് പോയിന്റിലാണ്. ഇവിടം വരെയൊക്കെ ആൾക്കാർ വരും. കൊളുക്കുമല എക്സ്പെഡീഷന് ശേഷം മലയിറങ്ങി ഒരു സ്വല്പം ടഫായിട്ടുള്ള എക്സ്പെഡീഷൻ ആണെങ്കിലും വളരെ നന്നായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓഫ് റോഡാണ് അത്. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഓർക്കണം. പക്ഷേ എങ്കിലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല കാഴ്ചകളുമൊക്കെയുള്ള നല്ലൊരു എക്സ്പെഡീഷൻ. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഹൈവേയിലൂടെ വന്നു കഴിഞ്ഞ് വളരെ സെനിക്കായിട്ടുള്ള, കേരളത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന പ്രത്യേകതകൾ ഉള്ള ഒരു പ്രത്യേക പോയിൻ്റ് വന്നപ്പോൾ നിർത്തിയതാണ് വണ്ടി. അപ്പോൾ നമ്മൾ ആ ഒരു ഡാമുണ്ടല്ലോ, ആനയിറങ്ങൽ ഡാമിൽ അവിടേക്ക് ഒന്ന് പോവും. അവിടെ ഒരു തൂക്കുപാലം അങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചകളുണ്ട്. ആ കാഴ്ചയോടെ കണ്ട് ഇന്നത്തെ നമ്മളുടെ ഈ ട്രിപ്പ് അവസാനിപ്പിക്കും.
അപ്പോൾ നമ്മളവിടേക്ക് അടുത്ത പോയിന്റിലേക്ക്, അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ആനയിറങ്ങൽ ഡാമിലെത്തി. ആനയിറങ്ങൽ ഡാം വളരെ സുന്ദരമായിട്ടുള്ള ഡാമാണ്, നിങ്ങൾക്കറിയാം. ഈ അടുത്ത ദിവസം വരെ ഇവിടെയുള്ളവർ പറയുന്നത് ആനയൊക്കെ ഇഷ്ടംപോലെ കാണാനായിട്ടുള്ള, കഴിഞ്ഞ ദിവസമൊക്കെ റോഡിൽ ആനയുണ്ടായിരുന്നു. വളരെ സുന്ദരമായിട്ടുള്ള ആനയിറങ്ങൽ ഡാം. ഇവിടെ നമുക്ക് ബോട്ടിംഗ് സൗകര്യങ്ങളും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഡെസ്റ്റിനേഷൻ ആവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബെൻ തോട്ട്സ് ആൻഡ് ട്രിപ്സിൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേകമായിട്ടും നന്ദി. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു വെരി മച്ച്. ബെന്നി കുര്യൻ സൈനിങ് ഓഫ്. ബെൻ തോട്ട്സ് ആൻഡ് ട്രിപ്സ്.